ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേട്ടില്ല, കൃത്യമായിട്ട് നമ്മൾ ആ ഒരു വളം ഇട്ടതിന് ശേഷം എന്നും ഡെയിലി ഓരോ ബക്കറ്റ് വെള്ളം ഇതുപോലെ ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത്. ഇതുപോലെ ഒരു പിടി പഞ്ചസാര തരിയിട്ടാൽ എത്ര കായ്ക്കാത്ത തെങ്ങും കൊല കുത്തി കായ്ക്കും. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ഈ ഒരു തെങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നതാണ്. എല്ലാവരും വീട്ടിൽ ഇതുപോലുള്ള തെങ്ങുകളുണ്ടാവും. പക്ഷേ എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തെങ്ങിന് തന്നെ കണ്ടോ, നിറയെ കായ്ച്ചാണ്. നല്ലപോലെ നമ്മുടെ ഈ ഒരു കൊല വന്നിട്ട് അത് നിറയെ വെള്ളക്കകൾ പിടിച്ചാണ്. പക്ഷേ ഒറ്റ വെള്ളക്ക പോലും അത് കൃത്യമായിട്ട് നമുക്ക് തേങ്ങയായിട്ട് മാറില്ല, എല്ലാം പൊഴിഞ്ഞു പോവുകയാണ്. ആകെ ഉള്ളത് ഈ സൈഡിലായിട്ടൊരു 2 വെള്ളക്ക നിൽപ്പുണ്ട് കേട്ടോ. അത് ഇനി തേങ്ങയായിട്ട് മാറുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഈ ഒരു തെങ്ങെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കായ്ക്കും. ഞാൻ പറഞ്ഞിട്ട് നല്ല രീതിയിൽ കായ്ക്കും. പക്ഷേ ഒറ്റ തേങ്ങ പോലും നമുക്ക് ഒരു വർഷം കിട്ടാറില്ല. അപ്പോൾ നമ്മളൊരു കൃഷി ഓഫീസറിനോട് ചോദിച്ചപ്പോൾ കൃഷി ഓഫീസർ ഒരു വളപ്രയോഗം നമുക്ക് പറഞ്ഞു തന്നു. വളരെ നിസ്സാരമായൊരു വളപ്രയോഗം. ആ വളപ്രയോഗത്തിലൂടെ ഈ വരുന്ന വെള്ളക്കകൾ മുഴുവൻ, നമ്മുടെ നാട്ടിൽ വെള്ളക്ക എന്നാണ് പറയുന്നത്, അതായത് നമ്മുടെ ഈ ഒരു തേങ്ങയുടെ ആ ഒരു ചെറിയ പരുവുണ്ടല്ലോ, അതിന് നമ്മൾ വെള്ളക്കാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഈ ഒരു വെള്ളക്ക ഒരെണ്ണം പോലും പൊഴിഞ്ഞു പോകാതെ കൃത്യമായിട്ടും വരുന്ന വെള്ളക്കകൾ മുഴുവൻ തേങ്ങയായിട്ട് മാറാനുള്ള ഒരു അത്ഭുത വളപ്രയോഗം നമുക്ക് നമ്മുടെ ഈ ഒരു കൃഷി ഓഫീസർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃത്യമായിട്ടൊരു തടം കോരിയിട്ടുണ്ട് നമ്മുടെ തെങ്ങിന് ചുറ്റും. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു തെങ്ങിൻ്റെ തടം കോരേണ്ട എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ ഒരു ചവിട്ടിൽ നിന്നും മറ്റൊരു ഏകദേശം ഒരു 1.5-2 അടി വിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കളച്ചിട്ടേക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വളം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഐത്തണം പറഞ്ഞു തരും. അപ്പോൾ നേരെ നമുക്ക് ഐത്തൻ്റെ അടുത്തേക്ക് പോകാം. ഐത്തണ്ണ, നമ്മുടെ ഈ തെങ്ങ് എല്ലാ പ്രാവശ്യം ഇതുപോലെ കായ്ക്കും, പക്ഷേ ഒരിക്കലും തേങ്ങ ഉണ്ടാവാറില്ല. എല്ലാ നല്ല കൂട്ട് പൂക്കല ഉണ്ടായിട്ട് തേങ്ങ വെള്ളക്ക ഉണ്ടാകും, പക്ഷേ ഒന്നും തേങ്ങയായി മാറത്തില്ല, എല്ലാം പൊഴിഞ്ഞു പോകും. അപ്പം ഞാൻ 1-2 കൃഷിക്കാരടുത്ത് ചോദിച്ചു, ഒരു കൃഷി ഓഫീസറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ചെറിയൊരു ടിപ്പ് പറഞ്ഞത്. അപ്പോൾ ഇവർ തെങ്ങിൻ്റെ തട, ഇത് വീടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്, നമുക്ക് വിശാലമായ തടവെടുക്കാൻ പറ്റത്തില്ല. എന്നാലും ചെറിയ രീതിയിൽ എടുത്തിട്ട് നമ്മുടെ ഈ വളക്കടലൊക്കെ കിട്ടുന്ന മഗ്നീഷ്യം ഉണ്ട്, ഈ മഗ്നീഷ്യം മേടിച്ചിട്ട് ഇളകിയ മണ്ണ്, അതായത് നമ്മളെടുത്തിയ ഈ ഇളകിയ മണ്ണുണ്ട്, മണ്ണ് എവിടെ നിന്നും കിട്ടുവാണെങ്കിൽ ആ മണ്ണ് ഈ മഗ്നീഷ്യം കൂടെ ആദ്യം നല്ല രീതിയിൽ തടവെടുത്തതിന് ശേഷം ഈ ഇളകിയ മണ്ണ് ഒരു ലെയർ ഇതിൻ്റെ ചുറ്റും ഇടണം. ഇളകിയ മണ്ണ് നമുക്ക് എടുക്കൊണ്ടില്ല, ചുറ്റും നമുക്ക് പറഞ്ഞ് കാണിക്കാൻ നമുക്ക് ചെയ്ത് കാണിക്കാം. അത് നമുക്ക് ഈ എവിടെയെങ്കിലും ഇളക്കിയിട്ടിരിക്കുന്ന മണ്ണുണ്ടെങ്കിൽ അത് എടുത്തോണ്ട് വരാം. എടുത്തോണ്ട് വരാം. കുഴി കുഴിച്ചപ്പോൾ എടുത്തിട്ട് ഇളകിയ മണ്ണ ഇത് നമുക്ക് കോരി എടുത്തുകൊണ്ട് പോയി ഇതിൻ്റെ ചുറ്റും ഇടാം. നമുക്ക് ഒരുപാട് കട്ടിക്കൊന്നും വേണ്ടല്ലോ, കുറച്ച് മാത്രമല്ല ഇട്ടാൽ പോരെ. കുറച്ചിടാം. ഇതുപോലെ നമ്മൾ ഇളകിയ മണ്ണ് ഇങ്ങനെ മൂട്ടിലൂടെ ചേർന്ന്, അത് നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിലോട് ചേർന്ന് വേണമല്ലോ മണ്ണിടാൻ. ഇടാം. ഇപ്പം നിരത്തി 1-2 കൊട്ട ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല, 2-3 ആവശ്യമനുസരിച്ച് ഇടാം. നമ്മളതിന് പറഞ്ഞതിൻ്റെ കൂട്ട് 2 കൊട്ട മണ്ണ് കൃത്യമായിട്ട് നമ്മുടെ ഒരു തെങ്ങിന് മൂട്ടി കൊണ്ടിട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം അതിൽ പറഞ്ഞില്ല മഗ്നീഷ്യം എന്ന് മനസ്സിലാവാത്തവർക്ക് എപ്സം സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. എപ്സം സോൾട്ട് കേട്ടോ. അപ്പം അതാണ് നമുക്ക് വേണ്ടുന്നത്. ഒരു തെങ്ങിന് ഏകദേശം 100 തൊട്ട് 200 ഗ്രാമിനകത്തുള്ള എപ്സം സോൾട്ട് മാത്രം മതിയാകും. ഇത് മഗ്നീഷ്യം ഒരു 100 ഗ്രാം മതി. ഈ തെങ്ങിനെ ഒന്ന് കാണിച്ചു, നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ പഞ്ചസാര തരി പോലെ ഇരിക്കും അല്ലേ? ഇതിപ്പോൾ 50, അതായത് മൊത്തത്തിലൊരു 100 ഗ്രാം മതി നമ്മുടെ തെങ്ങിന്. കൃത്യമായിട്ട് നമ്മൾ എടുത്തിട്ട മണ്ണിൻ്റെ പുറത്ത് തന്നെ ഇട്ടേക്കണം കേട്ടോ. നനവുണ്ടായതുകൊണ്ട് അത് പെട്ടെന്ന് അലിയും. എന്നിട്ട് നമുക്കൊരു ബക്കറ്റ് വെള്ളം. അപ്പോൾ ഇതിങ്ങനെ മാത്രം പോരാ, ഇത് കൃത്യമായിട്ട് വെള്ളം ഒഴിക്കണം അല്ലേ? എല്ലാ ദിവസവും ഓരോ ബക്കറ്റ് വെള്ളം കൊടുക്കുന്നത് തെങ്ങിന് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേട്ടില്ല, കൃത്യമായിട്ട് നമ്മൾ ആ ഒരു വളം ഇട്ടതിന് ശേഷം എന്നും ഡെയിലി ഓരോ ബക്കറ്റ് വെള്ളം ഇതുപോലെ ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം വളം ഇട്ടതിന് മുകളിൽ ഒരു ലെയർ മണ്ണൂടെ വേണമെങ്കിൽ ഇടാം അല്ലേ? വേണം, ഇടാം. ഇല്ലെങ്കിൽ ഇളകിയ മണ്ണ് വേണം. ഇളകിയ മണ്ണുണ്ടെങ്കിൽ വീണ്ടും ഒരു കൂട്ടം കൊണ്ടിട്ടിട്ട് നമുക്ക് കുഴപ്പമില്ല, വെള്ളം ഡെയിലി ഒഴിക്കണം. ഓരോ ബക്കറ്റ് വെള്ളം ഡെയിലി തെങ്ങിന് ഒഴിച്ച്. അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളക്ക മൊത്തവും തേങ്ങയായി മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കായ്ക്കാത്ത തെങ്ങായിരുന്നു. ഞങ്ങൾ ഒരു ടിപ്പ് കാണിച്ചാണ് ഇത് പക്ഷെ കായ്ച്ച് കഴിഞ്ഞപ്പോഴാണ് ഇനി വെള്ളക്ക പിടിക്കുന്നില്ല. അപ്പം വെള്ളക്ക പിടിക്കാം ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി എന്നാണ് കൃഷി ഓഫീസറും ഒരു കൃഷിക്കാരനും എന്നോട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമുക്ക് ഇതുപോലെ 100 ഗ്രാം മഗ്നീഷ്യം നമുക്ക് ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഒരു തെങ്ങ് നല്ലപോലെ കായ്ക്കുകയും ചെയ്യും, നല്ലപോലെ തന്നെ അത് തേങ്ങയായിട്ട് മാറുകയും ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് കണ്ടോ, ഇത് മുഴുവൻ ഇപ്പോൾ നമുക്ക് അടർന്ന് പോയിരിക്കുകയാണ്. 1-2 മാത്രമേ ഉള്ളൂ. ഒരുപാട് എണ്ണം കിളിച്ച് വന്നതാണ്, അതായത് വെള്ളയ്ക്ക് ഒരുപാട് വന്നതാണ്. പക്ഷേ ഇത് മുഴുവനായിട്ട് നമ്മളിതിന് മുമ്പ് വേറൊരു ടിപ്സ് കാണിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ തെങ്ങ് അന്ന് കായ്ച്ചത് കേട്ടോ. അപ്പോൾ കായ്ച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ തേങ്ങ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വെള്ളയ്ക്ക് പൊഴിഞ്ഞു പോകുന്നതാണ്. അപ്പം ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും മഗ്നീഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു എപ്സം സോൾട്ടുമായിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഏതൊരു വളക്കട അല്ലെങ്കിൽ ഫെർട്ടിലൈസറിൻ്റെ കടയിൽ ചെന്നാലും ഈ ഒരു മഗ്നീഷ്യം കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ചെറിയ ഉപ്പ് തരി പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പഞ്ചസാര തരി പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ജസ്റ്റ് വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചതിൻ്റെ തൊട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എത്ര കായ്ക്കാത്ത തെങ്ങ് നല്ലപോലെ കായ്ച്ച് വന്നിരിക്കാൻ നമുക്ക് നല്ല തേങ്ങയും കിട്ടിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്.
മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരേക്കും ബായ്.